നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ള തൃപ്പടിദാനം എന്താണെന്നും തൃപ്പടിദാനവുമായിട്ട് ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം എന്താണ് തൃപ്പടിദാനം എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. തൃപ്പടിദാനം എന്താണ്? തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ എന്താണ് താൻ കീഴടക്കിയ തിരുവിതാംകൂർ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്രപരമായിട്ടുള്ള ചടങ്ങാണ് തൃപ്പടിദാനം. അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ താൻ കീഴടക്കിയ തിരുവിതാംകൂർ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്രപരമായിട്ടുള്ള ചടങ്ങാണ് എന്ത്? തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഈ തൃപ്പടിദാനം നടത്തിയ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടന്ന വർഷമോ 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. എന്നാണ് 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. തൃപ്പടിദാനം കൊണ്ട് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മ ലക്ഷ്യം വെച്ചത്? അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ വർമ്മ തൃപ്പടിദാനം നടത്തിയെങ്കിൽ അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, രാജ്യക്ഷേമവും രാജ്യത്തിൻ്റെ ഭദ്രതയും മുൻപിൽ കണ്ടുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. എന്തായിരുന്നു ഇത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ എപ്പോഴും നമ്മളിപ്പോൾ ഈ അടുത്തിടെ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. രാജ്യത്തിൻ്റെ ക്ഷേമവും ഭദ്രതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. വിജയങ്ങളാൽ ഉണ്ടായ ജീവനാശത്തിനുള്ള പരിഹാരമായിട്ടും കൂടിയാണ് അദ്ദേഹം തൃപ്പടിദാനത്തെ കണ്ടത്. പിന്നീട് ജനകീയ കലാപങ്ങളെ അമർച്ച ചെയ്യുക, ജനകീയ കലാപങ്ങളെയൊക്കെ അമർച്ച ചെയ്യുക, ഈ ഒരു ലക്ഷ്യവും ആർക്കുണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായിരുന്നു. അതൊന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഭദ്രതയ്ക്കും താൻ നേടിയ വിജയങ്ങളാൽ ഉണ്ടായ ജീവനാശത്തിനൊക്കെയുള്ള ഒരു പാപ പരിഹാരമായിട്ടും, രാജ്യം ദൈവത്തിൻ്റെ പേരിലാകുമ്പോൾ ജനകീയ കലാപങ്ങളെ അമർച്ച ചെയ്യാനും സിംഹാസനവും അതുപോലെ കുടുംബത്തിൻ്റെ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ തൃപ്പടിദാനം കൊണ്ട് മാർത്താണ്ഡവർമ്മ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ഇവയൊക്കെ ആയിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ എന്താണ്? തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മാർത്താണ്ഡവർമ്മ താൻ നേടിയെടുത്ത എല്ലാ രാജ്യത്തിൻ്റെ ഭൂപ്രദേശങ്ങളും സ്വത്തുമെല്ലാം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണെന്ന് നമുക്കറിയാം. മാർത്താണ്ഡവർമ്മയുടെ പൂർണ്ണമായ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. എന്നാണ് 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. രാജ്യക്ഷേമം, ഭദ്രത, വിജയങ്ങളാലുണ്ടായ ജീവനാശത്തിനൊക്കെയുള്ളൊരു പാപപരിഹാരമായിട്ടും ജനകീയ കലാപങ്ങളെ അമർച്ച ചെയ്യാനും കുടുംബ സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് മാർത്താണ്ഡവർമ്മ ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൃപ്പടിദാനം നടത്തിയത്. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടത് പത്മനാഭദാസന്മാർ എന്നാണ്. എന്താണ്? പത്മനാഭദാസന്മാർ. ഇവിടെ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യുകയാണെങ്കിൽ പഠിക്കേണ്ടത്, ഒന്നാം തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാമതായിട്ട് തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടത് പത്മനാഭദാസന്മാർ എന്നാണ്. ഇത്രയുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി നമുക്ക് രണ്ടാം തൃപ്പടിദാനം ഒന്ന് നോക്കാം. രണ്ടാം തൃപ്പടിദാനം നടന്നത് 1766 എന്നാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടന്നത്. രണ്ടാം തൃപ്പടിദാനം നടത്തിയതാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ജനകീയമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ധർമ്മരാജ എന്നാണ് അല്ലേ. ധർമ്മരാജ എന്നാണ് കുറച്ചും കൂടെ ജനകീയമായ പേര്. അപ്പം
കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് 1766. ഒന്നാം തൃപ്പടിദാനം ഏത് വർഷമായിരുന്നു? ഒന്നാം തൃപ്പടിദാനം 1750 രണ്ടാം തൃപ്പടിദാനം 1766 രണ്ടാം തൃപ്പടിദാനം. കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു, അല്ലെങ്കിൽ ധർമ്മരാജ എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി എന്തിനായിരുന്നു രണ്ടാം തൃപ്പടിദാനം ധർമ്മരാജ നടത്തിയത് എന്ന് ചോദിച്ചാൽ, മാർത്താണ്ഡവർമ്മ നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളെയും നിലനിർത്താൻ വേണ്ടിയിട്ടും. എന്താണ്? മാർത്താണ്ഡവർമ്മ നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളെയും നിലനിർത്താൻ വേണ്ടിയിട്ടും, ഒപ്പം തൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത പുതിയ പ്രദേശങ്ങൾ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. അപ്പോൾ രണ്ടാം തൃപ്പടിദാനം നടത്തിയതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മാർത്താണ്ഡവർമ്മ നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളെയും നിലനിർത്തണം, അതോടൊപ്പം തൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത പുതിയ പ്രദേശങ്ങളെല്ലാം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1766 രണ്ടാം തൃപ്പടിദാനം നടന്നത്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഓർത്തു വെച്ച് പഠിക്കാം. ആദ്യത്തെ പോയിന്റ്, ഒന്നാം തൃപ്പടിദാനം നടന്നത് 1750. രണ്ടാം തൃപ്പടിദാനം നടന്നത് 1766. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ, അല്ലെങ്കിൽ ധർമ്മരാജ എന്ന് പറയും. ഒന്നാം തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് പത്മനാഭദാസന്മാരെന്നാണ്. എന്താണ്? പത്മനാഭദാസന്മാരെന്നാണ്.